കണ്ണൂരിൽ നിന്നാണല്ലോ സുധാകരൻ വരുന്നത്. കണ്ണൂരിൻ്റെ പ്രത്യേകത എന്താ? തൃശ്ശൂർ തുടങ്ങി കാസർഗോഡ് വരെയുള്ള ഭാഷാ സംവിധാനങ്ങളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു നേതാവാണ് കണ്ണൂരിൽ നിന്നുള്ള സുധാകരൻ. സുധാകരനെ മാറ്റി അടൂർ പ്രകാശിനെ പത്തനംതിട്ടയിൽ നിന്ന് വെച്ചു എന്ന് വെച്ചോളൂ. VD സതീശൻ പ്രതിപക്ഷ നേതാവുള്ളത് കൊച്ചിയിലാണ്. ഇവിടുന്ന് ഒരു വലിയ നേതാവില്ലാതാവും. നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല, അവിടുത്തെ ഒരു വലിയ രീതിയിലുള്ള ബ്രാൻഡ് ഇല്ലാതാവും. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇത്രയും നാളും പിടിച്ചു നിന്നത് കണ്ണൂരിലെ സുധാകരൻ എന്ന് പറഞ്ഞ ഏക നേതാവിനെ വെച്ചിട്ടാണ്. മനസ്സിലായോ? കോൺഗ്രസ് മലബാറിൽ പിടിച്ചു നിൽക്കുന്നത് സുധാകരൻ എന്ന് പറയുന്ന ഏക നേതാവ്. ഒരു പ്രശ്നം ഉണ്ടായി, നാട്ടിലൊരു പ്രശ്നം ഉണ്ടായില്ല, അവിടെ ഇറങ്ങിപ്പോയി. ഞാൻ പറയുന്നത് സംഘർഷം എപ്പോഴും ഉണ്ടാകുന്നത് എവിടെയാണ്? അവിടെ BJP കോൺഗ്രസ് സംഘർഷമല്ല ഉണ്ടാവാറ്, അവിടെ CPM കോൺഗ്രസ് സംഘർഷമാണ് ഉണ്ടാകാറ്. സംഘർഷങ്ങളെ മുന്നിൽ നിന്ന് ചതിക്കും. ഇപ്പം ഞാൻ പിണറായിയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഓഫീസ് തല്ലി തീർത്തല്ലോ. ഓഫീസ് തല്ലി തീർത്തപ്പോൾ അവിടെ പോയി നിന്ന് പ്രസംഗിക്കാൻ തൻ്റെ ഇടം കാണിച്ച നേതാവ് സുധാകരനാണ്. ആ ഒരു ബ്രാൻഡാണ് അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ ബ്രാൻഡ് ഇല്ലാതായാൽ എന്ന് പറയുക, ഈ സുധാകരൻ പറ അദ്ദേഹം MP ആണ്, അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹം ഈ പറഞ്ഞ അക്കോമഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹം അംഗീകരിച്ചോണമെന്നില്ല. കാരണം ആ മൈൻഡ് സെറ്റ് അറിയാവുന്ന സുധാകരനെ അറിയാവുന്നവരും സുധാകരൻ മൈൻഡ് സെറ്റ് അറിയാവുന്നവരും അങ്ങനെ പറയില്ല. ഞാൻ പറയുന്നത് നോക്കൂ, പിണറായി വിജയനെ എതിർക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് സുധാകരനെ അവതരിപ്പിച്ചത്. ആന്റി പിണറായിസമായിരുന്നു യഥാർത്ഥത്തിൽ സുധാകരനെ തിരഞ്ഞെടുക്കുമ്പോൾ. പിണറായിക്ക് പിണറായിയുടെ ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്ന, അതേ ആക്രമോത്സുകതയിൽ മറുപടി പറയാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിലാണ് സുധാകരനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒടുവിൽ വന്നപ്പോൾ ആ കൈയുടെ ആക്ഷൻ പ്രയോഗത്തിനും അപ്പുറത്തേക്ക് പിണറായി വിജയൻ സുധാകരനെ പിന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, പിണറായി വിജയൻ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? VD സതീശനുമായിട്ടാണ്.